നമ്മുടെ ഉള്ളിലേഹ്യം വളരെ വിജയകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ഇട്ടേലൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മറുപടി ഡോക്ടർ പറയും. പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം. കാരണം ഇത് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്ന ഉള്ളിലേഹ്യമല്ല. ഇതിൽ മറ്റു മരുന്നുകളും കൂടി ചേർത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ പോയി നോക്കണം. അപ്പം അതുകൊണ്ട് ഇത് പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു പ്രത്യേക കൂട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രമേഹത്തിനെ കുറയ്ക്കാനാണ് സഹായിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രമേഹ രോഗികൾ കഴിക്കുന്നത് ഉത്തമമാണ്. അവർക്ക് ഹീമോഗ്ലോബിൻ കൂടുന്നതിനും അതുപോലെ ക്ഷീണം ഇല്ലാതിരിക്കുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇത് പ്രസവരക്ഷാ മരുന്നാണോ, എല്ലാവർക്കും ഇത് കഴിക്കാമോ എന്നുള്ള ചോദ്യത്തിനും ഇതിൽ മറുപടി ഉണ്ട്. പ്രസവരക്ഷ ഒരേ സമയത്ത് തന്നെ പ്രസവരക്ഷാ മരുന്നാണ്. കുട്ടികൾക്ക് കൊടുക്കാം, ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വയസ്സായവർക്കും ക്ഷീണം മാറാനും നല്ലൊരു എനർജറ്റിക് ആയിട്ടൊക്കെ നടക്കാനും വേണ്ടി വയസ്സായവർക്കും ഇത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, ഇത് കഴിച്ചാൽ തടി വെക്കുകയോ വിശപ്പുണ്ടാവോ അങ്ങനെയൊക്കെ. വിശപ്പുണ്ടാകും, പക്ഷെ ഒരിക്കലും വണ്ണം കൂടില്ല. വണ്ണം കുറയില്ല, പക്ഷെ വണ്ണം കൂടില്ല, ഗ്യാരണ്ടിയാണ്. അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, ഇത് മുടി കൊഴിച്ചിലിന് നല്ലതാണോ? മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ലതാണ്. വെറും നല്ലതെന്നല്ല, ഏറ്റവും നല്ലതാണ്. നമുക്ക് മുടി കൊഴിച്ചിലുള്ള ചെറിയ കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാവുന്നതാണ്. ഈ ഉള്ളിലേഹ്യം ശരിക്കും ഗുണം ചെയ്യണത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം വെക്കാനാണ്. പലർക്കും അറിയില്ല HB നമ്മുടെ ലെവല് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് അറിയാനായിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഉണ്ട്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അരി തിന്നാനുള്ള ഒരു പ്രവണത വരുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ പറ്റുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ലാബിൽ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടാണെന്ന്. അതാണെങ്കിൽ നമ്മുടെ ഉള്ളിലേഹ്യം കഴിച്ചാൽ ഒറ്റ മാസം കൊണ്ട് തന്നെ ശരിയാവുന്നുണ്ട് കേട്ടോ. ധാരാളം പേരുടെ അനുഭവങ്ങൾ ഇപ്പോൾ അവർ അയക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലേഹ്യം കഴിച്ചാൽ. അത് സാധാരണ നമ്മൾ വീട്ടിൽ പ്രസവരക്ഷയായിട്ട് ഉണ്ടാക്കുന്ന ഉള്ളിലേഹ്യത്തിൻ്റെ റിസൾട്ട് അല്ല അത്. നമ്മുടെ ഉള്ളിലേഹ്യം കഴിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും രോഗികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. കൃത്യമായി ഒരു മാസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ഷീണം ഒന്ന്, ഈ ബ്ലഡ് കുറയുമ്പോൾ, ഇത് ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയത് ഒന്ന് ക്ഷീണം. രണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഞ്ഞപ്പൊക്കെ വെള്ളം വിളർച്ചയൊക്കെ വരും. മൂന്നാമത്തേത് മുടി കൊഴിയാൻ തുടങ്ങും ചില ആളുകൾക്ക്. പിന്നെ അരി തിന്നാൻ തോന്നും. ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ടെസ്റ്റ് ചെയ്താൽ ഹീമോഗ്ലോബിൻ കുറവാണെന്ന് അറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ ക്യുക്കായിട്ടുള്ള റിസൾട്ട് കിട്ടും.